ആ ശരിക്കും ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. ആ ഇതേ കൊച്ച് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ആ ഒന്നുകൂടെ കണ്ടിരുന്നെങ്കിൽ. ആദ്യമുള്ള കാഴ്ച എന്ത് രസമായിരുന്നു. അന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ നീ എൻ്റെ മനസ്സിനുള്ളിൽ നിനക്ക് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. നിന്നെ കണ്ടത് എനിക്ക് ഒരു ഫസ്റ്റ് സൈറ്റ് ലവോ എന്ത് സ്പാർക്കോ എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഐ fall in love with you, ശ്രീ പാർവതി. നീ എന്നെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ലൈക്ക് യു സോ മച്ച്. നിന്നെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു. എന്ത് ചെയ്യും, എങ്ങനെ ഇവിടെ നിന്ന് കാണുക? ഷോ ചേച്ചി വീഡിയോ കോൾ ചെയ്താലോ? വേണ്ട, ചേച്ചിയെ വിളിച്ച് അവളുടെ കൂടെ സെൽഫി എടുത്ത് വെച്ചിട്ട് പറയാം. അതല്ലേ ഐഡിയ. അങ്ങനെ ചോദിച്ചാൽ ചേച്ചി തരുമോ? വീണ്ടും അവനെ അവൾക്ക് സെറ്റാക്കി കൊടുക്കുമെന്ന് പറയുമായിരിക്കും. ഷോ ഇത് ചെറുതാനെ കടലിൻ്റെ നടുക്ക് വിട്ട് ദൂരായിപ്പോയല്ലോ. ഷോ ഇപ്പോൾ കുറേ നേരം അവിടെ ആലോചിച്ചിരിക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇനി എന്നിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ചേച്ചിയെ വിളിക്കാം. ഇതൊന്നും അവളെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നീ കോളേജിലെ ലൈബ്രറിയിൽ അവളെ കണ്ടപ്പോൾ പോലും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള എന്നാൽ ഡ്രീം ഗേളാണ് അവൾ എന്നെനിക്ക് മനസ്സിലായില്ലല്ലോ. ദൂരെ നിന്ന് കണ്ട് അടുത്ത് വന്നപ്പോൾ അവളെ മനസ്സിലാവതായല്ലോ. ഷോ അവളോട് ഞാൻ പറയണമായിരുന്നു. അന്നേ ദിവസം നല്ല സുന്ദരിയായിരുന്നു. അവളെ കാണാതിരിക്കാൻ ശ്രമിച്ചാൽ പറ്റത്തില്ല. ചേച്ചി വിളിക്കാം. ഹലോ ചേച്ചി. ചേച്ചി എനിക്ക് ഇന്നും ഉറക്കം വരുന്നില്ല ചേച്ചി. എനിക്ക് അവളുടെ ഫോട്ടോ ഇങ്ങനെ അയച്ചല്ലോ ചേച്ചി. പ്ലീസ് ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താണ് നീ ഇങ്ങനെ ആയിപ്പോയെ? ഞാൻ നിനക്ക് അവളുടെ ശബ്ദം കേൾപ്പിച്ചേരട്ടെ? മതി, അത് മാത്രം മതി. പ്ലീസ് ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ ശരി. പാർവതി, എന്താ ചേച്ചി നീ എന്ത് ചെയ്യാ? ബിസ്ക്കറ്റ് ചെയ്യാ. എന്താ ചേച്ചി? ഒന്നുമില്ല. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. കേട്ടില്ലേ അവളുടെ വച്ചാ? മതിയല്ലോ അല്ലേ? മതി, ഒരു ഫോട്ടോ കൂടെ അയച്ചാർന്നേ. നോക്കട്ടെ. ഓക്കെ, ബൈ ബൈ. അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്തു. അവൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പാർവതിയുടെ ഒരു പിക്ചർ അയച്ചു കൊടുത്തു. ചേച്ചി എൻ്റെ മുത്താണ്. ചേച്ചി അയച്ചെന്നല്ല, സന്തോഷമായി. നോക്കട്ടെ അവളുടെ പിക്ചർ. ചേച്ചിക്ക് അതിന് താങ്ക് യു ചെയ്യാം. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് അയച്ചോളൂ ഞാൻ കരുതിയില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് കുറേ ഉണ്ടല്ലോ. ഷോ ചേച്ചി അത് മുത്താണ്. എടാ, നീ എന്നോടൊരു പൂ ചോദിച്ചു, ഞാനൊരു പൂക്കൾ നിന്നിട്ടുണ്ട്. ചേച്ചി ചേച്ചി എന്നോട് എൻ്റെ മിന്നണ്ട. ചേച്ചി ഇത്ര എൻ്റെ പിക്ചേഴ്സ് എടുക്കുമായിരുന്നല്ലേ? ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടത് ആർക്കും അയച്ചു കൊടുത്തേ? മതി, ഇനി ചേച്ചിനോട് മിണ്ടേ വേണ്ട. അയ്യോ ശ്രീകുട്ടി, ഞാനെൻ്റെ ഫോട്ടോ എടുത്തോളാം നേരം. ബട്ട് ഞാനത് ആർക്കും അയച്ചൊന്നും കൊടുത്തിട്ടില്ല. എൻ്റെ ഞാനത് തന്നെ അത് കിടപ്പുണ്ടല്ലോ ഇല്ലേ? ഞാനത് ആർക്കും അയച്ചൊന്നും കൊടുത്തിട്ടില്ല. എന്ന് നീ വെറുതെ തെറ്റ് വയ്ക്കില്ല കേട്ടോ. അത് ചേച്ചി സഹിക്കൂല. ചേച്ചിയോട് മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ മിണ്ടണ്ട. നിങ്ങൾ എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ കുഴപ്പമായിക്കൊണ്ടിരിക്കുന്നത്? ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. വഴക്ക് നേരത്തെ ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇനി നിങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരുതേ. വേണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടേതായ ആചാരങ്ങളനുസരിച്ച് പ്രാർത്ഥിക്കുക. മനസ്സ് ശാന്തമാവട്ടെ, പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരുപാട് നേരമായി കേൾക്കുന്നു, കുറേ നേരമായി കേൾക്കുന്നു ഒച്ചപ്പാടും ബഹളവും. ഇങ്ങനെ ഏതൊരു കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ ഒച്ചയാക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ വേഗം പാർവതി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ നാല് സ്ഥലത്താക്കും. അതങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മിണ്ടാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. എന്നുവെച്ചാൽ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു. അതെ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നമുക്ക് ഒരു നൈറ്റ് റൈഡിന് പോയാലോ? വണ്ടിയൊക്കെ ഞാൻ സെറ്റാക്കാം. ബട്ട് നിങ്ങൾ വരുമോ ഇല്ലെന്ന് എനിക്കറിയണം. നിങ്ങൾ വരുവാണെങ്കിൽ നമുക്കൊന്ന് റൈഡിന് പോകാം. എല്ലാവർക്കും ബൈക്കൊക്കെ ഓടിക്കാൻ അറിയാമല്ലോ അല്ലേ? നിങ്ങളെ വഴക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ വാ പ്ലീസ്. നമുക്ക് ഇത്ത നൈറ്റ് സൂപ്പർ നൈറ്റ് ആക്കാം. എന്താ പറയുന്നു? എല്ലാവരും വരില്ലേ?
ഞാൻ റെഡിയാ, ബട്ട് ഞാൻ റെഡിയാ. നമുക്ക് പോവാം. എന്നാൽ ഞാനും സെറ്റ്. എന്നാൽ നമുക്ക് പോയാലോ? അങ്ങനെ അവർ അന്നത്തെ രാത്രി റൈഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റൽ റൂമിൽ ആരും കാണാതെ പതുങ്ങി എത്തി. അതിനുശേഷം അവർ വിചാരിച്ചു ഇന്ന് കടന്നുറങ്ങണ്ട, ഇന്ന് ഒരു മെമ്മോറബിൾ ആയിട്ടുള്ള നൈറ്റ് ആക്കാമെന്ന്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് എനിക്ക് വട്ടാണെന്നാലും കരുതരുത്. നമുക്കിന്ന് ഉറങ്ങണ്ട. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇന്ന് നമ്മൾ ഉറങ്ങണ്ട. അതിന് പകരം നമുക്ക് സംസാരിക്കാം. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രഹസ്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് നമ്മളെപ്പറ്റി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ എന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറ്റിയൊക്കെ പറയുക, അത്രേ ഉള്ളൂ. സമ്മതമല്ലേ എല്ലാവർക്കും? സെറ്റ്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, സമ്മതം. പിന്നെന്താ മുത്തേ, ഞാനുണ്ട് നിൻ്റെ കൂടെ. അതിനെന്താ, നമുക്ക് ഉറങ്ങണ്ടെന്ന്. എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. അപ്പം ആരാ പറഞ്ഞു തുടങ്ങുന്നത്? ഞാൻ തുടങ്ങിയാലോ? അല്ലേ വേണ്ട, ഈ ഐഡിയ ഉണ്ടാക്കിയ ആളെന്ന് തുടങ്ങുക. ഞാൻ ചെറിയൊരു ഗ്രാമത്തിൽ ആണ് ജനിച്ചത്. എനിക്ക് അച്ഛനും അമ്മയും ഒരു ചേട്ടനുണ്ട്. ഞാനിവിടെ സ്കോളർഷിപ്പ് കിട്ടിയാണ് കേട്ടോ പഠിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെന്താ, എനിക്ക് കുറച്ചധികം മിസ്റ്ററീസ് ഉണ്ട്. അതെല്ലാം അറിയേണ്ട സമയത്ത് നിങ്ങൾ അറിയാമായിരിക്കും. ഇപ്പം അതൊന്നും പറയാൻ നിർവാഹമില്ല എനിക്ക്. ഈ ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചാൽ നീ ഒന്നും പറയുന്നില്ല. നിനക്ക് മിസ്റ്ററീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്? അയ്യോ, അത് ശരിയാണല്ലോ. ഞാൻ ആ കാര്യം മറന്നുപോയി. എൻ്റെ ഒരു മിസ്റ്ററി ഞാൻ പറയാം. എന്താ പറയുക, എൻ്റെ ചേട്ടന് ഒരു ബിസിനസ്സുണ്ട്. ഞാൻ ഒരു ഹൈ ക്ലാസ്സും അല്ല, മിഡിൽ ക്ലാസ് അല്ല, ഒരു ലോവർ ക്ലാസ്സും അല്ല. ബട്ട് ഞാൻ സ്കോളർഷിപ്പ് കിട്ടിയാണ് പഠിക്കാൻ വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും മിഡിൽ ക്ലാസ് ഒന്നുമല്ല, ചേട്ടന് സ്വന്തം ഒരു ബിസിനസ് ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുന്നതെന്ന്. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം എനിക്ക് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് പൈസ പോകുന്ന അത്ര ഇഷ്ടമല്ല. കാരണം ഒരു കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനെയും വളരെ കഷ്ടപ്പെട്ടായിരുന്നു നോക്കിയത്. ഭയങ്കര ദാരിദ്ര്യം കടമൊക്കെ ഉണ്ട് സമയത്ത്. അതുകൊണ്ട് പൈസ അത്രയ്ക്കും വിലയുള്ള, അല്ലെങ്കിൽ അത്രയ്ക്കും അമൂല്യമായിട്ടുള്ള കാര്യമായിരുന്നു പൈസ. അതുകൊണ്ട് എനിക്ക് പൈസ അധികം ചിലവാക്കുന്ന ഇഷ്ടമല്ല. അപ്പം എനിക്ക് കുറച്ച് കഴിവുണ്ട്. അപ്പം ആ കഴിവ് ഞാൻ എന്തുകൊണ്ട് ഉപയോഗിക്കാതിരിക്കണം? അതുകൊണ്ടാണ് ഞാൻ സ്കോളർഷിപ്പ് കിട്ടി ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ട്വിൻ ബ്രദറുണ്ട്. അവൻ്റെ പേര് പ്രദീപ് എന്നാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. അവൻ്റെ 10ാമത്തെ വയസ്സ് തൊട്ട് ഇവിടെ ഇല്ലായിരുന്നു. അവനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ ഇവിടെ പഠിക്കേണ്ടതായിരുന്നു. ബട്ട് സാഹചര്യം അതാണല്ലോ എല്ലാത്തിലും വില്ലനായിട്ടുള്ളത്. അതുകൊണ്ട് 10ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ഫ്രണ്ടായിരുന്നില്ല, അല്ല എൻ്റെ ബ്രദറായിരുന്നില്ല, എൻ്റെ ഫ്രണ്ടുമായിരുന്നില്ല, എൻ്റെ മനസാക്ഷിയായിരുന്നു. എന്ന് വെച്ച് എൻ്റെ മനസാക്ഷിക്ക് ഒരു ജീവൻ കൊടുത്തു എന്നല്ല. എൻ്റെ മനസാക്ഷി പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതിനെക്കാട്ടിലും മേലെ എൻ്റെ എല്ലാം ആയിരുന്നു എൻ്റെ ചേട്ടൻ. ബട്ട് 10 വയസ്സ് വരെ എനിക്ക് അവനെ കാണാൻ കിട്ടുള്ളൂ. അതിന് ശേഷം പോയി. 14 വർഷമായി ഞാൻ അവനെ കണ്ടിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് 24 വയസ്സുണ്ടല്ലോ, ഞാനെന്താ ഫസ്റ്റ് ഇയർ ഇരിക്കുന്നതെന്ന്. അത് വലിയൊരു കഥയാണ് കേട്ടോ. എനിക്ക് എൻ്റെ എല്ലാം എപ്പോഴും പൊടിയായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഒരുപാട് വർഷങ്ങൾ പോയി. അങ്ങനെ ഫസ്റ്റ് ടൈം എൻ്റെ കൈയോടെ ചെയ്യുന്നത് ഞാൻ 1-ലോട്ട് ചേരേണ്ട അന്നത്തെ ദിവസമായിരുന്നു കേട്ടോ. അന്ന് പ്രവേശനോത്സവമായിരുന്നു. ഞാൻ ചെറുതായിട്ട് വീണു. ആ ഒരു വീഴ്ചയിൽ എൻ്റെ ഇടത് കൈയുടെ
മുട്ടില്ലേ, കൈമുട്ടിൻ്റെ അവിടുത്തെ എല്ല് 3 പീസായിട്ട് ഒടിഞ്ഞു പോയി. പിന്നെ ഒരുപാട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അതൊന്ന് റെഡി ആക്കിയപ്പോഴത്തേനും 10-12 മാസമായി. അപ്പം 1 വർഷത്തിനടുത്ത്. അപ്പം എൻ്റെ 1 വർഷത്തെ ക്ലാസ് പോയി. അങ്ങനെ എൻ്റെ 1 വർഷം പോയി. അയ്യോ, എന്നിട്ടെന്താ സംഭവിച്ചേ? നിൻ്റെ കൈ അങ്ങനെ ഒടിഞ്ഞോ? ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യും കിടക്കുന്നു ഒടിയും. അപ്പം പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ എല്ലൊടിഞ്ഞത് 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഈ എല്ലൊടിഞ്ഞ ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് 2ാം ക്ലാസ് പഠിക്കുമ്പം 2 തീരാറായെന്ന് തോന്നുന്നു ഏകദേശം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ 2ാം ക്ലാസ് തീരാറായപ്പം ആണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പം എൻ്റെ കയ്യിൻ്റെ ഈ ഒടിഞ്ഞ കയ്യിൻ്റെ തന്നെ ആ ഇടത്തെ കൈ തന്നെ വീണ്ടും ഒടിഞ്ഞു. അത് വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല കേട്ടോ. അത് ഈ കൈൻ്റെ കുഴയില്ലേ അവിടെ, അതിൻ്റെ ആ ചെറിയ എല്ലിൻ്റെ ഒക്കെ സ്ഥാനം മാറിപ്പോയി. അത് അങ്ങനെ ഒരു പൊസിഷനിലാണ് എൻ്റെ കൈ ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്നത്. ഓഹോ, അതിപ്പോൾ ഒരു സ്ഥിരം പണിയാണല്ലോ ഇത്. എന്നിട്ട് എൻ്റെ അടുത്ത കഥ പറ, കേൾക്കാൻ രസമുണ്ട്. പിന്നെ ഇത് കോവിഡ് ഉള്ള സമയത്താണേ. കോവിഡ് അറിയില്ലേ? അപ്പോഴത്തേനും 2ാം ക്ലാസ്സൊക്കെ കഴിയാറായപ്പോൾ കോവിഡ് വന്നത്. അപ്പോൾ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നേ. 3 ഫുൾ ഓൺലൈനായിരുന്നു. പിന്നെ 4ാം ക്ലാസ് തീരാറായപ്പോൾ ഒരു നവംബർ ഒക്കെ ആയപ്പോഴാണ് സ്കൂൾ പിന്നെ റീ ഓപ്പൺ ചെയ്തത്. അപ്പം ആ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അടുത്ത ഒടിയൽ. എല്ലാം 2 വർഷം ഡിഫറൻസിലാട്ടോ ഒടിയുന്നത്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് കൈയല്ല കേട്ടോ, കാലാണേ. അത് കാല് ഇപ്പം നമ്മൾ ഈ ജോയിൻ്റ് ഇല്ലേ, ഈ കാലിൻ്റെ ആ നീളം ഉള്ള ഭാഗം തൊട്ട് നമ്മുടെ കാലിൻ്റെ നടക്കുന്ന പാദം വരെ അങ്ങോട്ടേക്കാട്ടോ. ആ താഴെയാണ് ഒടിഞ്ഞത്. അവിടെ നല്ല സ്ക്രാച്ചായിട്ട് വന്നു. അപ്പം നല്ല പെയിനായിരുന്നു. ഓഹോ, അപ്പം ഇനി വേറെ എവിടെയെല്ലാം ഒടിഞ്ഞിട്ടുണ്ടോ? നിനക്ക് ഒടിയാൻ മാത്രമേ പണിയുള്ളൂടി. ഈ 3 തവണ ഒടിഞ്ഞിട്ടുള്ളൂ. ഇനി ഒടിയുമെന്ന് അറിയില്ല. അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ക്ലാസ്സൊക്കെ പോയി. എന്നിട്ട് അവിടെയൊക്കെ ഞാൻ വീണ്ടും ഇരിക്കേണ്ടി കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇവിടുന്ന് ആ ക്ലാസ് പഠിക്കാതെ ഈ ക്ലാസ്സിലോട്ടും, ഈ ക്ലാസ് പഠിക്കാതെ ആ ക്ലാസ്സിലോട്ടും ഒക്കെ പോകുമ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം പപ്പയുടെ സ്വയം കളിച്ച് അതിനെ വിളിപ്പിച്ചു. അപ്പം പറഞ്ഞു, അതൊന്നും നടക്കത്തില്ല, അതൊന്നും സാരമില്ല, കൊച്ച് നല്ല പഠിക്കുന്ന കൊച്ചാണ്, അതുകൊണ്ട് കൊച്ചിനെ അവിടെ തന്നെ ഇപ്പോൾ പഠിക്കുന്നിടത്ത് തന്നെ ഇരുത്താം എന്ന് ഹെഡ് മിസ്റ്റേഴ്സ് പറഞ്ഞു. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ വീണ്ടും അതെല്ലാം പഠിച്ചിട്ട് ഇവിടെ വരെ എത്തി. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ ഏകദേശം അതേ പ്രായമാവേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കാലൊടിയുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു ഓണമൊക്കെ ആവുന്ന സമയത്താണ് ഒടിഞ്ഞത്. അത് കഴിഞ്ഞ് നവംബറൊക്കെ ആയപ്പോഴല്ലേ സ്കൂൾ വന്നത്. അപ്പോഴത്തേനും 4 വർഷം കഴിഞ്ഞു തോന്നുന്നു. അപ്പോഴത്തേനും കഴിഞ്ഞു. പിന്നെ ഒരു 10 വയസ്സ്, എനിക്ക് 10 വയസ്സായപ്പം ആ സമയത്താണ് എൻ്റെ ചേട്ടൻ കൊറിയയിലോട്ട് പോയത്. അപ്പം അവന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം അവന് പോകേണ്ടി വന്നു. അവിടെ അവൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ ആൻറ്റിയും അങ്കിളും അവരുടെ മക്കളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയായിരുന്നു അവൻ്റെ പിന്നെയുള്ള 14 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരെ അവൻ അവരുടെ കൂടെയാണ്. അവിടെ അവൻ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവനെ കാണാൻ കഴിയുകയാണെങ്കിൽ ഒന്നുകൂടി കാണുന്നുണ്ട്. ഒരു വീഡിയോ കോളിൽ പോലും എനിക്ക് അവനെ കാണാൻ പറ്റിയിട്ടില്ല. അവൻ പോയ ശേഷം അവൻ്റെ നമ്പർ പോലും എൻ്റെ അടുത്തില്ല. എങ്ങനെ ഞാൻ അവനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എങ്ങനെയൊക്കെ അവനെ കാണുകയാണെങ്കിൽ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി, അവൻ എന്നെ എന്നെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു 10 വയസ്സ് വരെ ഞങ്ങൾ ഒരുമിച്ച്. ഞാനും അവനും ഏകദേശം സെയിം ടൈപ്പ് ഡ്രസ്സിങ്ങും സെയിം ടൈപ്പ് ഹെയർ സ്റ്റൈലും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ മാറി പോയില്ലായിരുന്നു, ഞങ്ങൾ ഒരേപോലെയായിരുന്നു. എനിക്ക് എങ്ങനെയല്ല അവനെ കാണാൻ പറ്റിയ അത്രയും സന്തോഷം. അവനെപ്പറ്റി ഓർക്കുമ്പോൾ
എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. ഐ മിസ് യു പ്രദീപ്. ഐ റിയലി മിസ് യു. എൻ്റെ കഥ കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങളുടെ പറ. എനിക്ക് പിന്നെ ഒടിയലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഓരോരോ ക്ലാസ് ഇങ്ങനെ പഠിച്ച് പോകുമായിരുന്നു. 1, 2, 3, 4 അങ്ങനെ ഓരോ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ക്രഷിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ട് പോലുണ്ടായിരുന്നില്ല. എൻ്റെ ചേട്ടൻ എൻ്റെ അനിയനെ മാത്രം അറിയാം അവൻ്റെ പേര്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഒരു 10 കഴിഞ്ഞപ്പോഴാണ് അവനെ ആദ്യമായിട്ട് കണ്ടത്. അന്ന് കാണുന്നു എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാർട്ട് ബീറ്റും. എന്താ പറയുക, പണ്ട് നെസ്വേ ചേച്ചി പറഞ്ഞ പോലെ അവനെ കാണുമ്പോഴൊക്കെ അടിവയറ്റിൽ മഞ്ഞ് പെയ്ത് ഒരു സന്തോഷവും സുഖവും പോലെയായിരുന്നു എനിക്ക് അവനെ ഏതായാലും കാണുമ്പോൾ. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അതോ എൻ്റെ നിർഭാഗ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയനും അവനും ഭയങ്കര കട്ട ഫ്രണ്ട്സായിരുന്നു. ഇപ്പോഴും അവൻ നമ്മുടെ കോളേജിലാണ് പഠിക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ പേര് കേട്ടാൽ ഞെട്ടുകയും ചെയ്യും. എൻ്റെ ശിവാനി, നിൻ്റെ എത്ര വർഷത്തെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ഞാൻ വിചാരിച്ചത്. ബട്ട് ഇത്രയും വർഷം നീ നിന്നെ സുഹൃത്തായിട്ട് പോലും നീ എന്നെ കൂട്ടിയതല്ലേ. നിനക്ക് ഇത്രയും വലിയൊരു പ്രണയം, അതും ഹൃദയത്തിൽ തൊട്ട് പ്രണയം ഉണ്ടായിട്ട് നീ ഇത്രയും വർഷം എന്നോട് പറഞ്ഞില്ലടി. ആ സ്റ്റോറിയുടെ ഒരു കയ്യബദ്ധം. ശിവാനി ചേച്ചി നടക്കട്ടെ. ഈ കലപ്പത്തിക്ക് പ്രണയമോ? ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു നിർവികാരം ആയിട്ട് ഉള്ള ഒരാളാണെന്ന്. വികാരമില്ലാത്തൊരു ജീവിയാണെന്ന് ഞാൻ കരുതിയത്. എടി നീ പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നേ? ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ക്രഷിൻ്റെ പേര് പറഞ്ഞാൽ നീ എന്തൊക്കെ പറയും ഇവിടെ? എന്തൊക്കെ കാണിച്ചു കൂട്ടും ഇവിടെ? എൻ്റെ ദൈവമേ, ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇതെല്ലാം പറയാൻ വന്നത്? നിങ്ങൾ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല കേട്ടോ. ആര് പറഞ്ഞപ്പോൾ ഞാനും മ്യൂസിക് ടീമിൽ അംഗമായി കേട്ടോ ഇന്നലെ. ഭയങ്കര സന്തോഷം എനിക്ക്. ഓ മൈ ഗോഡ്, നീ ചേർന്നായിരുന്നോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് പറയുന്നു. എന്നാലും ഞാൻ ചേർന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. പാവം കുട്ടി, അവൾക്ക് അറിയില്ലോ ഒന്നും. അതെ ഹേടി പാർവതി കുട്ടി, നിനക്കറിയാവോ ഈ മ്യൂസിക് ടീമിൽ ചേരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്? എനിക്കറിയാലോ, ഞാനതോടല്ലേ ചേർന്നത്. ഇത് എൻ്റെ കൂത്ത്. എനിക്കറിയുന്നുണ്ടല്ലേ ചേച്ചി ഞാൻ ചേർന്നത്. എൻ്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല. മ്യൂസിക് ടീം എന്നൊരു പേരേ ഉള്ളൂ. ഡാൻസ്, പാട്ട്, മ്യൂസിക്, കരോക്കെ ഇട്ട് പാടുന്നത്, അല്ലാതെ പാടുന്നത്, ഡ്രമ്മ്, പിയാനോ, മ്യൂസിക്കിൻ്റെ ഗിറ്റാറ്, പിന്നെന്താ വയലിൻ, ഇതൊക്കെ വെച്ച് നമ്മൾ പാടണ്ടേ, അറിയോ? വാട്ട് ദ ഫക്ക്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അയ്യോ, ഇതിൽ പകുതി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്ത് പോലുമില്ല. ഡാൻസൊക്കെ ആണെങ്കിൽ എനിക്ക് വരുമെന്ന് തന്നെ സംശയം. ഞാൻ എന്തിനാണ് ചേരാൻ പോയത്? അല്ല, ശിവൻ എന്നോടൊന്നും പറഞ്ഞില്ലേ? അല്ലെങ്കിൽ അവൻ എല്ലാവരോടും പറയുന്നതായിരുന്നല്ലോ, പ്രത്യേകിച്ച് നിന്നോട്. എടാ ശിവേട്ടാ, വെറുതെ അല്ല അവൻ എന്നോട് പരതവണ ചോദിച്ചത് നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന്. ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. പാവം ഞാൻ. ഇതൊക്കെ എങ്ങനെ ചെയ്യും ദൈവമേ.